ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനും അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ, അതേപോലെ തന്നെ അമേരിക്കൻ വാർ സ്ട്രാറ്റജിസ്റ്റ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും എത്ര ദിവസം കൊണ്ട് ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ അടിച്ചു തീർക്കും, ഇതാണ് ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ ഈ സാധനം പ്രസൻറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് അവരുടെ വാർ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ആളുകളും പെൻറ്റഗൺ ഒഫീഷ്യൽസ് ഇത് മുഴുവനും നോക്കും, ഇതേപ്പറ്റി സ്റ്റഡി ചെയ്യും. അത് കഴിഞ്ഞ് ഇത്ര മണിക്കൂർ കഴിഞ്ഞ് അവർ പറയും, ഓക്കെ, പ്രസിഡന്റ് ട്രംപിനോട് പറയും ഈ ഒരു പെർമിഷൻ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ്, കഴിഞ്ഞ പ്രാവശ്യം 12 ദിവസം വാറിനകത്ത് അന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് 20 ദിവസമാണ്. കാരണം 20 ദിവസത്തിന് അവർ ചോദിച്ചത് ഈ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി, അതായത് പുറമേ ഉള്ള സംഭവങ്ങളെല്ലാം അടിക്കും, അതായത് ഫൈനലായിട്ട് അമേരിക്ക വന്ന് ബോംബ് ചെയ്യണം, അതായത് ബങ്കർ ബസ്റ്റർ ബോംബ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇസ്രായേൽ ഈ പറയുന്ന ഈ 21 ദിവസം കൊണ്ട് അടിക്കുന്നത്? അതായത് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം അടിച്ചിടും, അവരുടെ ഒരു ഫ്ലൈറ്റുകളും പൊങ്ങാൻ സമ്മതിക്കത്തില്ല, അവരുടെ സീനിയറായിട്ടുള്ള ഡിഫൻസിൻ്റെ ഓഫീഷ്യൽസിനെ തീർക്കും. അതേപോലെ തന്നെ അവരുടെ കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 100-ൽ നിന്നും 20% കുറയ്ക്കും. ഇതാണ് അന്ന് പറഞ്ഞിരുന്ന വാക്ക്. അത് സംഭവിക്കുകയും ചെയ്തു. പിന്നീട് നിങ്ങൾക്കറിയാം, ഇറാൻ ചില ലോങ് റേഞ്ച് മിസൈലുകൾ വിട്ടു. ഏകദേശം 1000-അടുപ്പിച്ച മിസൈലുകളാണ് വിട്ടത്. അതിനകത്ത് ഏകദേശം 5% താഴെയാണ് ഇസ്രായേൽ വന്ന് വീണത്. ഈ പറയുന്ന 1000 മിസൈൽ അവർ വിട്ട സാധനം ഇസ്രായേലി വീണിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇല്ലാതായത്. അപ്പം ഇതിൻ്റെ ഒരു സബ്മിഷനും മീറ്റിങ്ങും പെർമിഷനും വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു പോയിരിക്കുന്നത്. അതായത് അമേരിക്കയും ഇറാനും നടത്തിയ, അതായത് ടോക്സ്, പബ്ലിക്കിന് മുമ്പിൽ പറയുന്ന ടോക്സ് വേറെ, പബ്ലിക്കിന് മുമ്പിൽ പറയും ന്യൂക്ലിയറിൻ്റെ സംഭവം പറയും, മറ്റുള്ള സംഭവങ്ങൾ പറയും. അമേരിക്ക ആവശ്യപ്പെട്ട ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. അതായത് പുറത്ത് വരുന്നത് ജെറുസലേം പോസ്റ്റിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു ഇൻഡയറക്റ്റായിട്ട് വരുന്നുണ്ട്. അമേരിക്ക ആവശ്യപ്പെട്ട ഒറ്റ സംഭവമേ ഉള്ളൂ, ഇറാനിയൻ ഭരണകൂടം മാറണം. അതായത് മസൂദ് പെഷഷ്ഖാന് അവിടെ പ്രധാനമന്ത്രിയായിട്ടോ പ്രസിഡൻ്റായിട്ടോ തുടരാം. ഇസ്ലാമിക റെജീം, അതായത് അവിടെ ഇന്ന് ഭരിക്കുന്ന അവർ മാറണം, അവരെവിടെയെങ്കിലും പോകണം. അതിനവർ തയ്യാറായി. ന്യൂക്ലിയർ സംഭവം നിർത്താനും ലോങ് റേഞ്ച് നിർത്താനും ഒക്കെ അവർ തയ്യാറായി. പക്ഷെ ഈ ഒരു കാര്യം തയ്യാറായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ പ്രാവശ്യം 11 ദിവസം വാറിനകത്ത് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഈ പറയുന്ന പ്രായമുള്ള അയത്തുള്ള അലി ഖമൈനി, അദ്ദേഹം ടാർജറ്റിലാണ്, അദ്ദേഹത്തെ തീർക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അമേരിക്കൻ പ്രസിഡൻ്റാണ് വീറ്റോ ചെയ്ത് അയാളെ കൊല്ലരുത്, അയാളെ വെറുതെ വിട്ടേക്ക്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ഓരോന്നായിട്ട് നോക്കണം. അതേസമയം അതേ വാർ തുടങ്ങി 3-ാമത്തെ ദിവസം, അതായത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, 3-ാമത്തെ 4-ാമത്തെ ദിവസം അവിടെ G7 മീറ്റിംഗ് നടക്കുകയാണ് കാനഡയിൽ. അമേരിക്കൻ പ്രസിഡന്റ് പെട്ടെന്ന് അവിടെ പങ്കെടുത്ത് മുഖം കാണിച്ചിട്ട് പെട്ടെന്ന് അയാൾ തിരിച്ചു പോവുകയാണ്. കാരണം ബങ്കർ ബസ്റ്റർ ബോംബ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി. അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അന്ന് ഇതേപോലെ അബ്ബാസ് അബറാച്ചി, അതായത് ഇറാൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, കരഞ്ഞു വിളിച്ചാണ് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെടണം ഇസ്രായേലിനോട് ബോംബിങ് നിർത്താൻ. ഉണ്ടായ സംഭവമാണ്. ആവശ്യപ്പെടുന്ന ഈ സംഭവം അമേരിക്കൻ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. പിന്നീട് അത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർ അച്ചീവ് ശേഷം അമേരിക്ക കൊണ്ടുപോയി ഇവരുടെ പല താവളങ്ങളെ കൊണ്ട് ബോംബ് ചെയ്തു. പിന്നീട് തന്നെ ഈ പറയുന്ന ഇറാൻ ഈ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് സംഭവങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങി. അതൊരു സൈഡിൽ നടക്കും. അതേപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട് എൻറിച്ച് യുറേനിയം, അതിൻ്റെ ആ സംഭവങ്ങൾ അമേരിക്ക പറഞ്ഞു ഇത് നിങ്ങൾ റഷ്യയുടെ കൊടുക്കണം. ഇതൊക്കെ പബ്ലിക്കിന് മുമ്പിൽ നടക്കുന്ന ടോക്സാണ്. അതായത് അകത്ത് നടക്കുന്ന ടോക്സ്, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഇറാനിയൻ ഭരണകൂടം അവിടുന്ന് മാറിപ്പോകണം. ഇനി നമുക്ക് നോക്കാം, ഈ പറയുന്ന ഇസ്രായേലിന്
അമേരിക്ക പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ദിവസം കൊടുക്കത്തൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊടുക്കും, അല്ലെങ്കിൽ 15 ദിവസം. ഇത് പുറത്ത് പറയത്തില്ല ഇത്ര ദിവസം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി. ഇപ്രാവശ്യം ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പഴയ ഉണ്ടായിരുന്ന ഒരു പോപ്പുലാരിറ്റി ഉണ്ട് ഷിയ ഭരണകൂടത്തിന് അനുകൂലമായിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾ. ആ സാധനം 0 ആയിട്ട് മാറി. ഇത് എവിടെങ്കിലും വെച്ചങ്ങ് തുടങ്ങി അങ്ങ് കൊടുത്താൽ മതി, അവിടെയുള്ള ജനങ്ങൾ ബാക്കിയുള്ളതങ്ങ് കൈകാര്യം ചെയ്യും. ഈ IRGC ഓൾറെഡി ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ് എന്ന് പറയുന്ന ടെറർ ഓർഗനൈസേഷനായിട്ട് പലരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുണൈറ്റഡ് നേഷൻ പോലും ആ പ്രഖ്യാപനത്തിൻ്റെ രീതിയിലോട്ട് പോവുകയാണ്. യൂറോപ്യൻ യൂണിയനും മറ്റും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ കയറി അടിക്കുമ്പോൾ ഈ പറയുന്ന ഈ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ അതിൻ്റെ ലോഞ്ചറിലായിരിക്കും കയറി അടിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയാം, പഴയ പോലെ ഇറാൻ ഇതേ പ്രാവശ്യം ലോഞ്ചർ ഫെസിലിറ്റീസ് ഉപയോഗിക്കാനുള്ള സമയം ഇസ്രായേൽ കൊടുക്കത്തില്ല. കാരണം അവരുടെ ഫിസിക്കൽ ഇൻ്റലിജൻസും അതേപോലെ തന്നെ എയർ ഇൻ്റലിജൻസും മറ്റും വളരെ 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 മുമ്പിലാണ്, ഹൈടെക്കിലാണ് ഇപ്രാവശ്യം പ്രവർത്തിക്കുക. കാരണം നേരത്തെ 11 ദിവസം നടത്തിയ വാറിനകത്തെ കുറവുകളുണ്ട്, ഡെഫിഷ്യൻസി എന്തൊക്കെയുണ്ട്, അത് മുഴുവനും അവർ തറവായിട്ട് സ്റ്റഡി ചെയ്ത് അത് ആദ്യം കയറി അങ്ങ് ഹിറ്റ് ചെയ്യും. അതിനുശേഷം ഇതേപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റവും ഇപ്രാവശ്യം ചിലപ്പം ഇസ്രായേൽ ചിലപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഉപയോഗിക്കുന്ന ടെക്നോളജി യൂസ് ചെയ്യും. അതായത് ലേസർ. ഈ വരുന്ന സാധനങ്ങളെല്ലാം ലേസറിലെങ്ങനെ ഇറാൻ്റെ ഈ മിസൈലുകളെ ലേസറിലെങ്ങനെ ഇത് ഇല്ലാതാക്കാൻ പറ്റും, ചിലപ്പോൾ അത് ഇപ്രാവശ്യം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതേപോലെ തന്നെ മറ്റ് പല അത്യാധുനിക ഇസ്രായേലി പരീക്ഷണങ്ങൾ, അതായത് എനർജി ഉപയോഗിച്ചും, അത് നമ്മൾ വെനൂസിലെ കണ്ടതാണ്, എങ്ങനെ തകർക്കാൻ പറ്റും, എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് IRGCയുടെ വെടി അങ്ങ് തീർത്ത് കൊടുക്കാൻ പറ്റും. ഈ ബങ്കറിനകത്ത് ഒളിക്കുവാണെങ്കിൽ തന്നെ അതായത് ബങ്കറിലത് ഈ ആൾക്കാർ പട്ടാളക്കാർ ഒളിക്കുന്ന ബങ്കർ, ഈ ബങ്കറിൻ്റെയൊക്കെ യഥാർത്ഥ ആക്യുറസിയും ഫിസിക്കലായിട്ടുള്ള ഇൻ്റലിജൻസും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് IRGCയെ മുഴുവനും പുറത്തെടുത്തൊക്കെ തുലയ്ക്കുകയാണ്. ഒന്നാമത് മനസ്സിലാക്കുകയാണ്, IRGCക്കെതിരെ ഇറാനിൽ മാത്രമല്ല ലോകം മുഴുവനും ശത്രുക്കൾ വളരെയധികം കൂടുതലാണ്. ഇപ്രാവശ്യം വളരെ എനിക്ക് തോന്നുന്നു എവിഡൻറ്റ് വളരെ തെളിവോടുകൂടി പറയാൻ സാധിക്കും, ഇസ്രായേലിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് വെൽ പ്ലാൻഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് അർമാഡ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ മൂവ്മെൻ്റ് എന്നൊക്കെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ട് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ഇസ്രായേൽ പറഞ്ഞ സമയമായിട്ടില്ല. കാരണം അവർക്ക് ആ ടൈം ചോദിക്കുകയാണ്. അപ്പോൾ ഇത് പെർഫെക്റ്റ്ലി ഇതിന് പറ്റിയ ടൈമാണ്. അതേപോലെ റഷ്യ ഉക്രൈനിൽ എൻഗേജ്ഡ് ആണ്. ചൈനയ്ക്ക് ഇതിനകത്ത് ഭയന്നിരിക്കുന്ന സാധനം ഇറാനും കൂടെ അമേരിക്കയുടെ കസ്റ്റഡിയിലോട്ട്, അതായത് ഇസ്രായേൽ അടിച്ചിട്ട് ഈ പറയുന്ന റെജീം മാറിക്കഴിഞ്ഞാൽ ഈ ഇറാൻ്റെ ഓയിൽ പോലും അമേരിക്കയുടെ കസ്റ്റഡിയിലോട്ട് പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷേ ചൈന മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം അവിടെ ഇറാനിലെ വലിയൊരു ജനസംഖ്യ എന്ന് പറയുന്നത് ആ റിജീമിനെതിരെയാണ്. അതുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ട്. ഇന്ത്യക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. ഈ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ നമ്മൾ സപ്പോർട്ട് ചെയ്തപ്പം നമ്മൾ അവിടുത്തെ പോപ്പുലറായിട്ടുള്ള ജനവികാരം നോക്കിയില്ല. കാരണം അത് ഏറ്റവും വലിയ ഒരു പാളിച്ചയാണ് ഇന്ത്യക്ക് ഉണ്ടായത്. അപ്പം അതേപോലെ തന്നെ ഇവിടെ ചൈന ഇന്ത്യ ഈ കാര്യത്തിൽ റെജീമിന് അനുകൂലമായിട്ടൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്കെതിരായിട്ട് അങ്ങ് മാറും. അതുകൊണ്ട് ചൈന പൂർണ്ണമായിട്ട് സൈലൻ്റ് ആയിരിക്കും. റഷ്യ പൂർണ്ണമായിട്ടും ഉക്രൈൻ എൻഗേജ്ഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഇത്രമാത്രം ട്രംപുമായിട്ട് ഉടക്കി നിന്ന് യൂറോപ്യൻ യൂണിയൻ, അതായത് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഈ പറയുന്ന ഇസ്രായേൽ ഇറാനെ കയറി അടിക്കുമ്പോൾ അതിനനുകൂലമായിട്ട് നിൽക്കും. ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ പുതിയ ജിയോ പൊളിറ്റിക്സിൻ്റെ അകത്ത് ഇസ്രായേലിന് കൂടുതൽ സപ്പോർട്ടീവായിട്ട് വരും. അത് ഇത്ര ദിവസം കൊണ്ട് ഇറാനെ അടിക്കും. ഈ പറയുന്ന അയത്തുള്ള അലി ഖമൈനി എന്ന് പറഞ്ഞ ആ സാധനത്തെ അങ്ങ് തീർക്കും. അവിടെ നീമാരെ ഓടിക്കും. ആ ജനങ്ങൾ അധികാരത്തിലോട്ട്, അത് ടെഹ്റാൻ്റെ അധികാര സ്ഥാനത്തോട്ട് വരിക. ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. പിന്നീട് ഇസ്രായേലിൽ അവരുടേതായ ഈ ഇറാനെ നോക്കുന്ന പോലെ പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെട്ടുണ്ട്. ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഓരോന്ന് കാരണം പൂർണ്ണമായിട്ടും ഇറാനെ നശിപ്പിക്കുക. അതായത് ഒരു രീതിയിലുള്ള ആയുധങ്ങൾ, അതായത് ലോങ് റേഞ്ച് ആയുധങ്ങൾ, ഇതേപോലുള്ള സംഭവങ്ങളും ഇറാൻ്റെ മുകളിൽ നിന്നും വൈപ്പ് ഔട്ട് ചെയ്ത് മാറ്റുക. അത് ഇസ്രായേലിൻ്റെ അജണ്ടയാണ്.
ഞാനൊരു മലയാളം ചാനലിൽ, അതായത് മലയാളം 24-ൻ്റെ അകത്ത് അതിൻ്റെ ഇൻ്റർനാഷണൽ ഗ്ലോബൽ വാർത്ത സ്ട്രാറ്റജിക് വിദഗ്ധനായ ജെയിംസ് സാർ പറയുന്നത് കേട്ടു. അയാൾ പറഞ്ഞത് ഇറാന് വാറിനകത്ത് തിരിച്ചടിച്ചു എന്നാണ്. ഇറാൻ എന്ത് തിരിച്ചടിച്ചു എന്നാണ് പറയുന്നത്? 4-5 കുറച്ച് മിസൈൽ വിട്ടു, അത് എടുത്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഇറാൻ ഒരിക്കലും വാറിനകത്ത് ഒന്നും ഒരു അഡ്വാൻറ്റേജ് എവിടെ ഉണ്ടായിട്ടില്ല. ആദ്യം വാർ എന്താണെന്ന് പോയി പഠിക്കുക. ശ്രീകണ്ഠൻ നായരും വാറിനെ പറ്റി പഠിക്കുക. അല്ലാതെ ഒരു മൂലക്കിരുന്നിട്ട് ഇതേപോലെയുള്ള റോങ് ഫീഡ് ജനങ്ങൾക്ക് തെറ്റായ ഫീഡ്ബാക്കാണ് കൊടുക്കുന്നത്. ആദ്യം വാറിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള എക്യുപ്മെൻസും വെപ്പൺസും എങ്ങനെയാണ് അതിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അകത്തുള്ള സ്ട്രാറ്റജിക് ബെനിഫിറ്റ് നോക്കുക. എന്നിട്ടാണ് ഈ വാറെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി വിലയിരുത്തേണ്ടത്. 11 ദിവസം കൊണ്ട് ഇറാൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞതും ഒഫൻസ് എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായിട്ടും സീറോയിലോട്ട് പോയി. ഇതാണ് ഉണ്ടായത്. പിന്നെ അവരെന്ത് നേട്ടമായി നേടിയെന്ന് പറയുന്നത്? പിന്നീട് അവിടെ ഇത്രയും വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു, ജനങ്ങൾ ഇളകുന്നു. അതിൻ്റെ അകത്ത് എന്ത് നേട്ടമാണ് ഇറാനിൽ വാറിലുണ്ടായത്? അതായത് വെറും തള്ളലും ബോസ്റ്റിങ്ങും അല്ല വാറ് ഗ്രൗണ്ടിലാണ് വാർ ഉണ്ടാകുന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഇതാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയുന്നു. വാർ ഉണ്ടാകുവാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇസ്രായേൽ ഇപ്രാവശ്യം കംപ്ലീറ്റായിട്ട് കയറി ബുൾഡോസ് ചെയ്യും. ചിലപ്പോൾ ഇസ്രായേലി മിലിറ്ററി ഗ്രൂപ്പ് അതിനുവേണ്ടി ഇറാൻ്റെ അകത്ത് തന്നെ കർഡിഷോ ആൾക്കാരെയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഫിസിക്കൽ മൂവ്മെൻ്റ് അവിടെ നടത്താൻ വേണ്ടി. അതുവരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇറാൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സമ്പൂജ്യമായിട്ടും പൂജ്യമായിട്ടും മാറി, ഡിഫൻസ് ഇല്ലാത്തൊരു രാജ്യമായി മാറി. ഒരു രാജ്യത്തിൻ്റെ മുകളിൽ എയർ ഡിസ്പ്ലേ നടത്തുന്നു, എയർ ഫോർമേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ആ രാജ്യത്തിന് ഡിഫൻസും ഇല്ല, ഒഫൻസും ഇല്ലാതായി. അവരുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതായി. അതാണ് കഴിഞ്ഞ 11-12 ദിവസം നമ്മൾ ഈ വാറിനകത്ത് നമ്മൾ കണ്ടത്. അതായത് 11 ദിവസം 12 ദിവസം വാറിനകത്ത് കണ്ടത്. ആ രാജ്യത്തിന് ഒരു കേപ്പബിലിറ്റിയും ഇല്ലാതായി. അങ്ങനെയുള്ളൊരു രാജ്യമായിട്ട് ഇറാൻ മാറിയതിൻ്റെ കാരണം അവർക്ക് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും സംഭവങ്ങളും അവരുടെ കയ്യിലില്ല. പല സാങ്ഷൻ കാരണം. ഇതൊക്കെയാണ് കാരണം. വീണ്ടും ആവർത്തിക്കുന്നു, വാർ ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഇറാനെ അടിച്ച് നികത്തും, തരിപ്പണമാക്കി മാറ്റും. അതോടുകൂടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ആ റീജിയനിൽ ഏറ്റവും പവർഫുൾ രാജ്യമാണ്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് അമേരിക്ക ഡയറക്റ്റ് ഇടപെടാത്തത്? ഇത് അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സ് ഉണ്ട്. സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ടർക്കി ആണെങ്കിലും. ഇറാൻ ഈ പറയുന്ന അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ ബേസിലോട്ടും ഈ സിറ്റികളിലോട്ടൊക്കെ മിസൈൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ സിറ്റികളെ ബാധിക്കും, അവരുടെ എക്കോണമിയെ ബാധിക്കും. ഇപ്പം ഇസ്രായേൽ ആണെങ്കിൽ ആ ഒരു സ്ഥിതിയില്ല. കാരണം അതെങ്ങനെ തടയണമെന്ന് ആ ഇസ്രായേലിനെ അറിയുകയും ചെയ്യാം. അതുമല്ല, ഈ പറയുന്ന യുദ്ധകാര്യത്തിൽ 365 ദിവസം വാർ ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. അവർക്കതിൻ്റെ മേൽക്കോയ്മയുണ്ട്. അമേരിക്ക ഈ 365 ഡേയ്സ് വാർ ചെയ്യുന്നില്ല. കാരണം സ്ഥിരമായിട്ട് വാർ ചെയ്യുന്നവർക്ക് ഒരു രാജ്യത്തിന് മാത്രമാണ് കംപ്ലീറ്റായിട്ട് മേൽക്കോയ്മയും ഡോമിനേഷനും കിട്ടുന്നത്. അതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യലായിട്ടുള്ള ബെനിഫിറ്റ്. കാരണം അവർ വെൽ ട്രെയിൻഡാണ്. വാർ ചെയ്ത് അവരെപ്പോഴും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ ഒരു തയ്യാറെടുപ്പ് അമേരിക്കയ്ക്കില്ല. ഇഷ്ടംപോലെ എക്യുപ്മെൻസും മറ്റുള്ള ടെക്നോളജിയും മാൻ പവറും ഒക്കെ ഉണ്ട്. പക്ഷേ വാർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്തുള്ള രാജ്യം ഇസ്രായേലാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ദിവസം കൊണ്ട് ഇറാനെ തവിട് പൊടിയാക്കാൻ സാധിക്കും. 100% പറയാൻ ഇറാൻ്റെ വെടി തീർത്ത് കൊടുക്കുക ഇപ്രാവശ്യം. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ പോരായ്മകളൊക്കെ തീർത്തിട്ട് അയത്തുള്ള ഖമേനി ഉൾപ്പെടെ എല്ലാത്തിനെയും തട്ടി ദൂരെ കളഞ്ഞ് ഇറാൻ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഇസ്ലാമിക ഷിയ റിജീമിനെ പൂർണ്ണമായിട്ടും അടിച്ചൊതുക്കുന്ന രീതിയിലായിരിക്കും ഇപ്രാവശ്യം ഇറാൻ തയ്യാറെടുക്കും. ഒരു കാര്യം കൂടെ പറയാം, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പോപ്പുലാരിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കുകയാണ് ഇസ്രായേലിൽ. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണെങ്കിൽ അയാളുടെ പാർട്ടി തന്നെ ആയിരിക്കും ജയിക്കുന്നത്. അതോടുകൂടി ശ്രീകണ്ഠൻ നായരാണെങ്കിലും ജെയിംസ് സാറാണെങ്കിലും ശ്രീകണ്ഠൻ സാറാണെങ്കിലും ആദ്യം പോയി വാറിനെ പറ്റി പഠിക്കും, ബേസായിട്ട് പഠിക്കും. എന്താണ് ഈ വാർ? അതായത് വെസ്റ്റ് ഏഷ്യ നടക്കുക ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ഫോഴ്സിനെ പറ്റി പഠിക്കുക. എത്രമാത്രം ട്രെയിൻഡാണ് ആ ഫോഴ്സ് എന്ന് മനസ്സിലാക്കുക. അവിടെയുള്ള ജനങ്ങൾ പോലും ട്രെയിൻഡാണ്.
അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നൊക്കെ വാറുണ്ടായി, ആ വാറ് ജയിക്കുക മാത്രമല്ല, ആ രാജ്യം വലുതായി. ഇതാണ് അതിൻ്റെ ബേസ് മനസ്സിലാക്കേണ്ടത്. വാർ കേപ്പബിലിറ്റി വാക്ക ഇത് ട്രെയിൻഡ് കേപ്പബിലിറ്റിയിൽ അമേരിക്കയെക്കാളും മുൻപന്തിയിലാണ് ഇസ്രായേൽ. അതവർ ലോകത്തിൻ്റെ മുമ്പിൽ പല ആവർത്തി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും വരാനുള്ള വാറിൽ അവരത് തീർത്തും കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും.